ഷാമിക പറഞ്ഞതുപോലെ എല്ലാവർക്കും ഷാമിക വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോരുവാണേ. നാട്ടിലേക്ക് പോരുന്നതിൻ്റെ ഒരു ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ നാട്ടിലേക്ക് പോരുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എന്നാലും കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ട്രെയിൻ 5:30-ക്കായിരുന്നു രാവിലെ. അപ്പോൾ അത് ലേറ്റായാണ് കേട്ടോ വന്നത്. അപ്പോൾ ലേറ്റായി ഒരു 7:15 ആയിട്ടോ ട്രെയിൻ വന്നപ്പോഴേ. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ വന്നത്. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും എല്ലാം എടുത്തിട്ടാണ് വന്നത്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ഞാൻ ഉണ്ടാക്കിയായിരുന്നേ. അപ്പോൾ അത് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ട്രെയിനിൽ കയറിയിട്ടുള്ള വീഡിയോ ഒക്കെ കുറേ എടുക്കണം, ഒരു വ്ളോഗൊക്കെ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പ്ലാനൊന്നും നടന്നില്ല കേട്ടോ. ചെറിയ കുഞ്ഞു വീഡിയോ മാത്രം എടുക്കാനേ പറ്റുള്ളേ. അപ്പം നമ്മുടെ കുട്ടി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നതാ നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളിവിടെ നാട്ടിലെത്തുന്നതോടെ വരെ മഴയായിരുന്നേ. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ലേ. പിന്നെ ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ പുതച്ച് മൂടി അങ്ങ് കിടന്നു കേട്ടോ. നല്ല തണുപ്പൊക്കെ ആയിരുന്നേ. പുറത്ത് നല്ല തണുപ്പ്, ട്രെയിനുള്ളിലും നല്ല തണുപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പുതപ്പ് മൂടി പുതച്ചങ്ങ് കിടന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ എഴുന്നേറ്റൊക്കെ ഇരുന്നതിന് ശേഷം അങ്ങനെ കിടന്നാണ് കേട്ടോ. കിടന്ന് തണുത്ത് വിറച്ച് ആണ് കേട്ടോ അങ്ങനെ നാട്ടിൽ വന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഉടുപ്പിയൊക്കെ എത്തി കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിനുള്ളിൽ ഗ്ലാസ്സിനുള്ളിൽ കൂടെ എടുക്കാൻ വെള്ളം വീഴുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ പുറത്തെ കാഴ്ചകളൊന്നും എടുക്കാഞ്ഞത്. എന്നാലും കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തപ്പം നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പുറത്ത് പുഴയിലൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ ഇങ്ങനെ മഴ പെയ്ത് നിറഞ്ഞ് കര കവിഞ്ഞിങ്ങനെ ഒഴുകുമായിരുന്നു കേട്ടോ. നല്ല കളറായിരുന്നു, കലക്ക വെള്ളമില്ല അതുപോലെയായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കേരളത്തിൽ വന്നു കേട്ടോ. കേരളത്തിൽ വന്നപ്പോഴത്തേക്കിന് ഭാരതപ്പുഴയാണ് കേട്ടോ കാണുന്നത്. ഭാരതപ്പുഴ ഇതുപോലെ കര കവിഞ്ഞൊഴുകുവാണ്. എല്ലാ തവണ വരുമ്പോഴും ഭാരതപ്പുഴ വറ്റി വരണ്ട് കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടുകൊണ്ടിരുന്നത്. ഇത്തവണ വന്നപ്പോൾ എന്താണേലും ഭാരതപ്പുഴ നല്ല കര കവിഞ്ഞൊഴുകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ്. അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കണ്ടത്തിൽ നിന്ന് കപ്പ പറിച്ച് അവർ കൊണ്ടുവന്ന് വണ്ടിയിൽ നമ്മുടെ മുറ്റത്തു നിന്നാണ് കേട്ടോ കയറ്റി കൊണ്ടുപോകണത് വണ്ടിയിൽ. അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കുന്നതാണ്. ഇതാണ് കേട്ടോ കപ്പയൊക്കെ നട്ടേക്കുന്ന പാടവേ. അപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്ത് തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളിതാ കപ്പ പറിച്ച പാടത്തിലേക്ക് വെള്ളമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നാണ് കപ്പയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നത്. ഇത് പറിച്ചിട്ട് പുതിയതായിട്ട് ഇട്ട് വെച്ച് കിളുത്ത് വരുന്ന കപ്പയാണ് കേട്ടോ. അപ്പോൾ കണ്ടെത്തി വന്നപ്പം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം വന്നതിങ്ങനെ താഴോട്ട് ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വെള്ളം അധികം ഇല്ലാത്തത്. അപ്പം നാട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇനി കുറച്ച് ദിവസം നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ഷാമിക മീൻ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.